Welcome to Garam Masala, the magic spices of cooking. ബ്രെഡ് പോള. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും സ്വാദിഷ്ടവുമായ ബ്രെഡ് പോള എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നല്ലൊരു സ്നാക്കാണ്. ഇതിനു വേണ്ടി ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് എടുക്കാം. ഇതിനെ നമുക്ക് നന്നായൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കണം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്കിതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യാനുസരണം പാൽ പിന്നീടും ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് തയ്യാറാക്കിയെടുക്കണം. ഇതിനുവേണ്ടി 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം. നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് ക്രംസിനെ മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പോളം പാൽ പിന്നീടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 10 മുതൽ 15 വരെ കാഷ്യൂ നട്ട്സ് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റൈസൻസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ കുക്കറിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും ബ്രെഡിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിന് പകരമായി സോസ് പാൻ ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് പോള തയ്യാറാക്കാവുന്നതാണ്. ഇതിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസൻസും വെച്ചു കൊടുക്കാം. ഇതിനെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെരി ലോ ഫ്ലെയിമിൽ 20 മുതൽ 30 മിനിറ്റ് വരെ വെച്ച് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുക്കറിൽ നിന്ന് നല്ല ആവി വരുന്നുണ്ട്. 30 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബ്രെഡ് പോള പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു നൈഫ് ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ബ്രെഡ് പോള കുക്കായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പോള കുക്കറിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പോള തയ്യാറായിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചതിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാം. താങ്ക് യു.